സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ പങ്കുവച്ച വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വിഷയമാണ്. അതെ, ജൂൺ 13, 2025 മുതൽ തുടങ്ങിയ ആ ഒരു സംഘർഷം. അതെ, വളരെ പെട്ടെന്ന് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിലെ പ്രധാന സംഭവങ്ങൾ, അതിന്റെ ഒരു ഗൗരവം, അതൊന്ന് വേഗത്തിൽ മനസ്സിലാക്കലാണ് നമ്മുടെ ലക്ഷ്യം. ശരിയാണ്. കയ്യിലുള്ളത് പല റിപ്പോർട്ടുകളാണ്, വിശകലനങ്ങളുണ്ട്. കാര്യങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അല്ലേ? തീർച്ചയായും. തുടക്കം കുറിച്ചത് ഇസ്രയേലാണ്, അവരുടെ ഓപ്പറേഷൻ റെയ്സിംഗ് ലയൺ. പ്രധാനപ്പെട്ട, അതായത് നെഥാൻസ് പോലെയുള്ള ആണവ കേന്ദ്രങ്ങൾ, പിന്നെ സൈനിക താവളങ്ങൾ, അതൊക്കെയായിരുന്നു ലക്ഷ്യം. ഇതിലെ കുറച്ചു മുതിർന്ന IRGC നേതാക്കൾ, പിന്നെ ആണവശാസ്ത്രജ്ഞനൊക്കെ കൊല്ലപ്പെട്ടു എന്നാണ് നിങ്ങളുടെ ഈ റിപ്പോർട്ടുകളിൽ കാണുന്നത്. ശരിയാണ്. ഇറാനിൽ ഏകദേശം ഒരു 450-ലധികം പേരുടെ മരണം. അതാണ് ആദ്യത്തെ കണക്കുകൾ. അതെ, തീർച്ചയായും ഇതിന് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടിയുണ്ടായി, ശക്തമായ രീതിയിൽ തന്നെ. എങ്ങനെയായിരുന്നു അത്? ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ, ഇതൊക്കെ ഉപയോഗിച്ച് ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു. ജനവാസ മേഖലകളിലും ആക്രമണമുണ്ടായി. ഓഹോ. അപ്പോൾ ഇസ്രായേലിലും ആൾനാശമുണ്ടായി. ഏകദേശം 224 മരണങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. 224. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇരുഭാഗത്തും കൂടുതലും സാധാരണക്കാരാണ് ഇരകളായത് എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സാധാരണക്കാർ ഇരകളാകുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കും. അതെ, അത് ഇരു രാജ്യങ്ങളിലെയും പൊതുജനാഭിപ്രായത്തെയും പിന്നെ അവരുടെ അടുത്ത നീക്കങ്ങളെയും ഒക്കെ സ്വാധീനിക്കും. ഇനി അന്താരാഷ്ട്ര തലത്തിലേക്ക് നോക്കിയാലോ? അമേരിക്കയുടെ നീക്കങ്ങൾ, അത് ശ്രദ്ധേയമാണല്ലേ? അതെ അതെ. അവരുടെ സൈനിക സാന്നിധ്യം അവിടെ കൂട്ടുന്നുണ്ട്. ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, പിന്നെ ഒരുപക്ഷെ രണ്ടാമതൊരു വിമാനവാഹിനി കപ്പലുകൂടി മേഖലയിലേക്ക് അയച്ചതായി ചില സൂചനകളുണ്ട്. ഇത് സ്വന്തം താവളങ്ങൾ സംരക്ഷിക്കാൻ മാത്രമല്ല, ഇസ്രായേലിന് ഒരു വ്യക്തമായ പിന്തുണ കൊടുക്കൽ കൂടിയാണ്. ശരിയാണ്. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ട്രംപിന്റെ ആ ഒരു നിലപാട്, അതും കുറച്ച് കടുത്തതാണ്. ടെഹ്റാനിലെ ആളുകളോട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ കേൾക്കുന്നു. അതെ, അത് കാര്യങ്ങളുടെ ഗൗരവം കൂട്ടുന്നുണ്ട്. അദ്ദേഹം ഒരു വെടിനിർത്തലിന് തയ്യാറല്ല, പകരം ഇറാന്റെ ആണവ പദ്ധതി അത് മുഴുവനായി ഇല്ലാതാക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ മറുഭാഗത്ത് വേറൊരു കാര്യമുണ്ട്. എന്താണത്? വലിയൊരു നയതന്ത്ര സമ്മർദ്ദം വരുന്നുണ്ട്. G7 രാജ്യങ്ങൾ, പിന്നെ ഈജിപ്ത്, ജോർദാൻ പോലുള്ള മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, ഇവരെല്ലാം സംയമനം പാലിക്കണം, ചർച്ച വേണമെന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ. അപ്പോ ഇതിനെ മൊത്തത്തിൽ കാണുമ്പോൾ അമേരിക്കയുടെ ആ ഒരു കടുംപിടുത്തവും മറ്റ് ലോകരാജ്യങ്ങൾ പറയുന്ന ഈ നയതന്ത്ര വഴികളും തമ്മിൽ ഒരു വ്യത്യാസം കാണാനുണ്ട്. അതെ, ആ ഒരു വ്യത്യാസം വളരെ വ്യക്തമാണ്. അമേരിക്ക ഇത്ര ശക്തമായി നിൽക്കുമ്പോൾ ഈ നയതന്ത്ര ശ്രമങ്ങൾക്ക് എന്ത് സംഭവിക്കും? അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഇപ്പോ ഒന്നും പറയാൻ പറ്റില്ല. അതേസമയം ഈ പ്രശ്നം സാധാരണക്കാരെ നേരിട്ട് ബാധിക്കാൻ തുടങ്ങി. തീർച്ചയായും. പ്രത്യേകിച്ച് യാത്രയുടെ കാര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ പല പ്രധാന ഫ്ലൈറ്റ് റൂട്ടുകളും അടച്ചു. അതെ, വിമാന സർവീസുകൾ കുറെ റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഹോർമുസ് കടലിടുക്കിനടുത്ത് വെച്ച് എണ്ണ ടാങ്കറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു എന്നൊരു വാർത്തയും കണ്ടു. അപ്പോ ഇത് സ്വാഭാവികമായും എണ്ണ വിതരണത്തെക്കുറിച്ചൊരു പേടി ഉണ്ടാക്കുന്നുണ്ട്, ആഗോളതലത്തിൽ തന്നെ. ശരിയാണ്. സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം. അതിനു പുറമെ ഈ സംഘർഷം പ്രാദേശികമായിട്ട് പടരുമോ എന്നുള്ളതാണ് അടുത്ത പേടി. അതെ, അതാണ് മറ്റൊരു പ്രധാന ആശങ്കയായി തോന്നുന്നത്. കാരണം ഇവരിലെ ഹൂതി വിമതർ ഇപ്പോഴും ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. പിന്നെ ലെബനനിലെ ഹിസ്ബുള്ള, അവരുമായി ഒരു സംഘർഷ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ശരിയാണ്. നിങ്ങളുടെ ഈ സോഴ്സുകൾ പറയുന്നതുപോലെ ഇതെല്ലാം ഇപ്പോൾ നടക്കുന്ന ഈ ഇസ്രായേൽ-ഇറാൻ പ്രശ്നവുമായിട്ട് കണക്റ്റഡ് ആണ്. അതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ കാര്യങ്ങൾ കൈവിട്ടുപോയാല് ഇതൊരു വലിയ റീജിയണൽ വാർ, ഒരു പ്രാദേശിക യുദ്ധമായി മാറുമോ? അതാണ് പ്രധാന ചോദ്യം. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തിരിച്ചടികളുണ്ടായി, ഇരുഭാഗത്തും ഒരുപാട് പേർ മരിച്ചു. അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഒരു വശത്ത്, അന്താരാഷ്ട്ര തലത്തിലെ നയതന്ത്ര സമ്മർദ്ദം മറുവശത്ത്, യാത്രകൾക്കും ചരക്കു നീക്കത്തിനും തടസ്സങ്ങൾ, പിന്നെ പ്രാദേശികമായി ഇത് പടരാനുള്ള ഒരു വലിയ സാധ്യത. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലേ? അതെ അതെ. ഇനിയിപ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്?
കൂടുതൽ സൈനിക ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുമോ? അമേരിക്കയുടെ ഇടപെടൽ അതെത്രത്തോളം പോകും? ശരി. പിന്നെ ഈ G7, UN പോലുള്ളവരുടെ നയതന്ത്ര ശ്രമങ്ങൾ അതിനെന്ത് സംഭവിക്കും? ഓക്കെ. ഏറ്റവും പ്രധാനമായി ആഗോള എണ്ണവില, ലോക സമ്പദ് വ്യവസ്ഥ, ഇതിലൊക്കെ എന്ത് പ്രത്യാഘാതമാകും ഉണ്ടാകാൻ പോകുന്നത്? ഇതൊക്കെ വരും ദിവസങ്ങളിൽ വളരെ നിർണായകമാവും. അതെ, കാത്തിരുന്ന് കാണേണ്ടി വരൂ. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി പങ്കുവെക്കട്ടെ. തീർച്ചയായും. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ നടന്നു. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായി പിൻവലിക്കണമെന്നൊരാവശ്യം ശക്തമായി ഉയരുന്നു. ഈയൊരു സാഹചര്യത്തിൽ ഈ മേഖലയിലെ ആണവ നിർവ്യാപനം, അതായത് ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ശ്രമങ്ങൾക്ക് ഈ സംഘർഷം ദീർഘകാല അടിസ്ഥാനത്തിൽ എന്ത് തരത്തിലുള്ള പ്രത്യാഘാതമാണുണ്ടാക്കുക? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആഴത്തിൽ ചിന്തിക്കാവുന്നതാണ്.